ശരി. ഡോക്ടർ അരുൺ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം? നമ്മുടെ സംസ്ഥാന നിയമസഭ, നമ്മളുടെ എം എൽ എ, ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ എം എൽ എ ആണല്ലോ ഇതിലെ ഒരു ഹർജിക്കാരൻ. നമ്മൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നവർ നമുക്ക് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയം, സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട വിഷയം. അതിന് നിലവിൽ ഭരണഘടനാ ലംഘനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ജുഡീഷ്യറിയാണ്. അപ്പോൾ ഇവിടെ പാസ്സാക്കിയിരിക്കുന്ന ബില്ലുകളിൽ നേരിട്ട് ഭരണഘടനാ ലംഘനമില്ല എന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. മിൽമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ഭരണഘടനാ ലംഘനമുള്ളത്? ചാൻസലറെ മാറ്റുന്ന കാര്യത്തിൽ ഭരണഘടനാ ലംഘനമുണ്ടോ? ഇതിലൊന്നും ഭരണഘടനാ ലംഘനം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റേ ഇല്ല. അപ്പം അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളിലാണോ ഈ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്? ഈ 7 ബില്ലുകളിലും കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയുടെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതും ഹൈക്കോടതിയുടെ ബന്ധവുമായി അധികാരപ്പെട്ടതല്ല. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണോ? അതുമല്ല. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യാവുന്നത് എന്നതിന് ഭരണഘടന 2 ഘട്ടങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 254 പ്രകാരം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയം. മറ്റൊന്ന് ആർട്ടിക്കിൾ 200 പ്രകാരം ഹൈക്കോടതിയുടെ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് സമ്മതിച്ചാൽ പോലും ഈ മാനദണ്ഡങ്ങളിലൊന്നും പെടാത്ത ബില്ലുകളാണ് ഈ 7 എണ്ണം. അപ്പോൾ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ 2 വർഷക്കാലം എന്തിനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നതറിയാതെ നിയമസഭ സാമാജികരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തിരിക്കുന്നവർ നിയമസഭയിൽ ചട്ടപ്രകാരം നിയമാനുസൃതമായ നിയമനിർമ്മാണം നടത്തിയാൽ അത് ഗവർണർ പിടിച്ചു വയ്ക്കണമെങ്കിൽ അങ്ങനെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല എന്നതാണ് RN രവിയുടെ കാര്യത്തിലും പഞ്ചാബ് ഗവർണറുടെ കാര്യത്തിലും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിലും സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. as soon as may be എന്ന പ്രയോഗം എന്നുള്ളത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ എക്സ്പീഡിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലായ വേഗത്തിൽ ഭരണഘടന ഡിമാൻഡ് ചെയ്യുന്ന വേഗത്തിൽ അയക്കണം. അതല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കണം, ഒരു കുറിപ്പ് നിങ്ങൾ നിയമസഭയ്ക്ക് കൊടുക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാൻ പോകുന്നത്? ഇല്ലെങ്കിൽ തിരിച്ചയക്കുമ്പോൾ ഒരു കുറിപ്പോടുകൂടി നിങ്ങൾ വിയോജിക്കുകയാണെങ്കിൽ ആ കുറിപ്പ് അറിയിക്കണം. ആ കുറിപ്പോടുകൂടി ആ വിവരം അറിയാനുള്ള അവകാശം ജനപ്രതിനിധികളുടേതാണ്, നമ്മുടേതാണ്. അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തെ പാരലൈസ് ചെയ്യുന്ന, തളർത്തുന്ന സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഗവർണർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പോക്കറ്റ് വീറ്റോ എന്നുള്ളതൊരു ജനാധിപത്യ രാജ്യത്ത് ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. ജാനി സെയിൽ സിംഗ് ഉപയോഗിച്ചാലും ശരി, അതിനെ ദ്രൗപദി മുർമു ഉപയോഗിച്ചാലും ശരി, അത് ജനാധിപത്യ രാജ്യത്തെ കാലഹരണപ്പെട്ട ഒരു മെഷീനാണ്. അവിടെയാണ് സുപ്രീം കോടതി വിധിയുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മിനിമം എന്തുകൊണ്ടാണ് ഗവർണർ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് എന്നതറിയാനുള്ള ബാധ്യത നമ്മുടെ നിയമസഭയിലെ സാമാജികർക്കുണ്ട്, അവരെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. 2, ആ ബില്ലുകൾ വൈകുന്നത് കൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ VC നിയമനമടക്കം നോക്കൂ. കേരളത്തിലെ 11 സർവകലാശാലകളിലെയും VC നിയമനം അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായി ബാധിക്കാത്തൊരു വിഷയത്തിൽ ഗവർണർ എടുത്തിരിക്കുന്ന രാഷ്ട്രീയമായൊരു തീരുമാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുമ്പോൾ നമുക്ക് കയ്യും കെട്ടിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലുകൾ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ അതിലൊരു വ്യക്തത വരും. അത് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി വരുന്ന നാളുകളിലും ഗവർണറിനെ ഒരു രാഷ്ട്രീയ മെഷീനായി ഉപയോഗിച്ചുകൊണ്ട് ഫെഡറലിസത്തെ തകർക്കാൻ ഏതെങ്കിലും ശക്തികൾ ശ്രമിച്ചാൽ അവർക്കെതിരെയുള്ളൊരു തക്കീതായി സുപ്രീം കോടതി വിധി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഞാൻ അതുകൊണ്ട് ഈ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാരിൻ്റെ നടപടിയെ ഞാൻ Meet the editors.